ഈ ലോകത്തിൽ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് നേരായ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പോകുന്നത് ഞങ്ങളുടെ തന്നെ സ്ഥാപനമായിട്ടുള്ള ഓർബിറ്റ് വിന്നേഴ്സിലേക്കാണ്. ദിസ് ഇസ് അമൽ ഫ്രം സ്പേസ് ഡയറീസ്. എല്ലാവർക്കും സ്പേസ് ഡയറീസിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അങ്ങനെ ഞാനിത് ഓർബിറ്റിൽ എത്തിയിരിക്കുകയാണ്. എനിക്കിന്ന് ക്ലാസ് 8ാം ക്ലാസ്സിലാണ്. അത് 9 മണിക്കാണ് തുടങ്ങുക എന്നുള്ളതുകൊണ്ട് കുട്ടികൾ വരുന്നത് വരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നതാണ്. അതേസമയം 8ാം ക്ലാസ്സിൻ്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് ക്ലാസ് നടക്കുന്നതെന്ന് പോയി നോക്കാം. അപ്പോൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ നന്നായിട്ട് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ടീച്ചേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നില്ല. ഇനി ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാം. അങ്ങനെ 8ാം ക്ലാസ്സിൽ എൻ്റെ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞു. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. 2-3 എക്സ്പെരിമെൻറ്റുകളൊക്കെ ആയിട്ട് ഞാൻ ഇന്ന് കെമിസ്ട്രിയിലെ 1ാമത്തെ പാഠഭാഗം തുടങ്ങിയിരിക്കുന്നു. ഇനി അടുത്ത ഒരു 2-3 ക്ലാസ് കൊണ്ട് ഞാൻ ആ പാഠഭാഗം അവസാനിപ്പിച്ച് അടുത്തൊരു ചാപ്റ്ററിലേക്ക് കടക്കുന്നതാണ്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള കുട്ടികൾ, നല്ല അടിപൊളിയായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. ഞാൻ പഠിപ്പിക്കാൻ ചെന്നതെന്തോ അത് അവർക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഈ വീഡിയോ കാണുന്ന പലരുടെയും ഒരു സംശയം ഉണ്ടാവും, എന്താണ് ഓർബിറ്റ് വിന്നേഴ്സ് എന്നുള്ളത്. എന്താണ് ഓർബിറ്റ് വിന്നേഴ്സ് എന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞുതരാം. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന EMA സ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കായി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ട്യൂഷൻ സംവിധാനമാണ് ഓർബിറ്റ് വിന്നേഴ്സ് എന്ന് പറയുന്നത്. EMA സ്കൂളിന് സീതി ഹാജി ഗേറ്റിന് തൊട്ട് മുന്നിലാണ് ഓർബിറ്റ് വിന്നേഴ്സ് എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇവിടെ വരുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ പഠിച്ചു തുടങ്ങാൻ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികളെയും ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ നിൽക്കുന്നത് ഓർബിറ്റിലാണ്. ഓർബിറ്റിൽ 8ാം ക്ലാസ്സിലാണ് ഞാനിപ്പോ ഉള്ളത്. എല്ലാവരും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എല്ലാവരും ഒന്ന് പേര് പറഞ്ഞോളൂ. അപ്പൊ എല്ലാവരും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരോടും ചോദിച്ചു നോക്കാം. പറഞ്ഞോളൂ. എടാ സിൻസിയറായി പറയടാ, അടിപൊളി ഒന്നും പറയല്ലേ. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ പറഞ്ഞോ. ബ്രേക്ക് ചെയ്യാൻ തന്നോളാം. നിങ്ങൾ എന്താ ഇങ്ങനെ ഇതാ നമ്മളെ ക്രിയേറ്റിവിറ്റി കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, എക്സാക്ട് സാധനമുണ്ട്. ഇതാരാ വരച്ചത്? ഇത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുള്ള ആർക്കാണ്? അത് ഞാൻ തന്നെയാണ് വരച്ചത്. അടുത്തൊരു ദിവസം വീണ്ടും കാണാം. ബൈ.